ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, നാണ്യവിള കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി ഏലപ്പാറയിലെ കർഷകനായ ശ്രീ പി രാജനുമായി ശ്രീ അർജുൻദാസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം എന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രാജൻ എന്ന കർഷകൻ്റെ സമീപത്താണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക വിശേഷങ്ങളും കൃഷിരീതിയൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം രാജൻ ചേട്ടൻ. നമസ്കാരം. ചേട്ടൻ എത്ര കാലമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു? ഞാൻ എൻ്റെ ഒരു 30 വർഷകാലമായിട്ട് ഈ കൃഷി രീതിയിൽ, എനിക്കിപ്പം 53 വയസ്സാണ്. 30 വർഷകാലമായിട്ട് ഞാൻ ഈ കൃഷിയിൽ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? എനിക്ക് ഏലം, തേയില, കുരുമുളക്, ഈ 3 കൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്? എനിക്ക് 4 ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട്. 4 ഏക്കറുണ്ട്. അത് സമ്മിശ്രമായിട്ടാണോ അതോ ഓരോന്നിനും ഓരോ ഏരിയയിലായിട്ടാണോ? എല്ലാം ഓരോ ഏരിയയിലായിട്ട്. തേയിലയും ഏലവും ഓരോ ഏരിയയിലാണ്, ഒരു സ്ഥലത്തായിട്ടാണ് ചെയ്യുന്നത്. ഇടവേള കൃഷിയായിട്ടാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത്. ഓക്കെ. കുരുമുളക് ഏതിനം കുരുമുളകാണ്? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? എൻ്റെ കയ്യിൽ ഒറ്റനാടനുണ്ട്, പന്നീറൊന്നുണ്ട്, കരിമുണ്ട, നീലമുണ്ട, വെള്ളമുണ്ട്. അത്യാവശ്യം എല്ലാ ഇനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മുടെ കുരുമുളക് കൃഷി ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്ന് വെച്ചാൽ നമുക്ക് കൊടികൾക്ക് രോഗങ്ങൾ വരുന്നുണ്ട്, കൂടുതലായിട്ട് രോഗങ്ങൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇലപ്പേന്, അതുപോലെ തന്നെ ഇല പൊഴിച്ചൽ, ഇതുപോലുള്ള രോഗങ്ങളുണ്ട്. ഈ ദ്രുതവാട്ടം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന തുരിശുകുമ്മായ മാത്രമേ ഇതിന് അടിക്കുന്നുള്ളൂ. തുരിശുകുമ്മായ ഉപയോഗിക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഒരുവിധം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. കാലാവസ്ഥയിലുള്ള വ്യതിയാനം കുരുമുളകിന്റെ ഉൽപാദനത്തിനെ ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് കൊടി അധികം വാടിയില്ല, നമുക്ക് ഈ പ്രാവശ്യം ഉൽപാദനം കുറവാണ്. നമുക്കിവിടെ വിപണി സാധ്യതയൊക്കെ എങ്ങനെയുണ്ട്? വിപണി സാധ്യത നമ്മൾ ഇവിടുന്ന് ഒന്നെങ്കിൽ കട്ടപ്പനയ്ക്ക് പോകണം, ഇല്ലെങ്കിൽ ഉപ്പോറയ്ക്ക് പോകണം. ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് കൊടുക്കണം. കുരുമുളക് പറിക്കാനൊക്കെ ആയിട്ട് തൊഴിലാളിയെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിയുന്നതും ഞങ്ങളാണ് ഇപ്പം സ്വന്തമായിട്ട് അത് പറിച്ച് എടുക്കുന്നത്. ഈ കൊല്ലമൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് 100 കിലോ അടുത്തോളം കുരുമുളകുണ്ട്, സ്വന്തമായിട്ടാണ് ഈ പ്രാവശ്യം പറിച്ചെടുത്തത്. കുരുമുളകിന് ചെയ്യുന്ന വളപ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ. അത് എത്ര കാലം കൂടുമ്പോഴാണ്? അത് നമ്മൾ ഒരു വർഷത്തേക്ക് ഒരു പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. ഒരു കൊടിക്ക് എന്തോരം ചാണകം കിട്ടണമായിരിക്കും? നമ്മൾ സാറിന് ഇപ്പോഴും വലിയ പൊടിയാകുമ്പോൾ ഒരു 2 കിലോ വരെ ഇട്ട് കൊടുക്കും. ചെറിയ പൊടിയാകുമ്പോൾ ഒരു 1/2 കിലോ 3/4 കിലോ ഒക്കെ ഇട്ട് കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള ചാണകം ഈ പ്രദേശത്തൊക്കെ ലഭ്യമാണോ? കിട്ടും. നമ്മൾ വില കൊടുക്കണം. ഒരു പാട്ടയ്ക്ക് നമുക്കിപ്പോൾ 35 രൂപയാണ്. അത്രയും വില കൊടുത്ത് വാങ്ങിക്കണം. കുരുമുളക് കൃഷി ഒരു തുടങ്ങുന്ന സമയത്ത് അത് നട്ട് പരിപാലിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്ത് തന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചേരങ്ങൾ അടിച്ചു പോകുന്ന വള്ളികളുണ്ട്. ആ വള്ളികൾ മുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെയ്ക്കും നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്, നട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. വാഗമണ്ണിൽ നമ്മുടെ ഒരു വ്യക്തിയുണ്ട് ഹൈബ്രിഡ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളത് വാങ്ങിച്ച് നമ്മൾ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം നമ്മളത് കുറേ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിൽ വലിയ ഇത് കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം കുറവാണ്. കണ്ണി അടിച്ച് കയറാനായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. കുരുമുളക് നമ്മൾ നടുന്ന സമയത്ത് എത്ര അകലം കൊടികൾ തമ്മിലുണ്ടാവണം? എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു 10-10, 8-10ഒക്കെയാണ് അത്ര അകലത്തിലാണ് ഇടുന്നത്. താങ്ങുപരമായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നത്? താങ്ങുപരം മുള്ളുമരിക്ക്, അതുപോലെ തന്നെ കൊയ്ന, കരണ എന്ന് പറഞ്ഞ മരം. മുള്ളുമുരിക്കിനൊക്കെ കേടുണ്ടാവാറുണ്ടോ? ഉണ്ട്, കേട് ഉണ്ടാവാറുണ്ട്. താങ്ങുപരമായിട്ട് മുരിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ എരമ്പ് ഇറക്കി വിടുന്ന മുരിക്ക് വെട്ടി എല്ലാ വർഷവും എരമ്പ് ഇറക്കി വിടും. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ടാണ്. കുരുമുളക് ചെടി നട്ട് അതൊരു ആദായമായിട്ട് വരാനായിട്ട് എത്ര താമസം എടുക്കും? 3 വർഷം ഏകദേശം ആകുന്നുണ്ട്. അപ്പോൾ ഈ 3 വർഷം വരെ നമ്മൾ അതിനെ പരിപാലിച്ച് നോക്കിയെടുക്കണം. വെള്ളം നനയ്ക്കണം. പിന്നെ ഈ വെയിൽ തണൽ കെട്ടി കൊടുക്കണം. പിന്നെ ഈ വള്ളി കയറി പോകുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രാവശ്യം പിടിച്ച് കെട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്
സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഈ വളപ്രയോഗവും തുരിച്ചും കുമ്മായൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഏലം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏത് ഇനം ഏലമാണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള വെച്ചാൽ ഏലറാണിയുണ്ട്, ഏലറാണി, പിന്നെ ഞള്ളാണിയുണ്ട്. ഈ രണ്ടിനവുമാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം എത്ര കാലമായി ഏലകൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏലകൃഷി ഈ 30 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാലത്ത് തന്നെ എൻ്റെ ഒരു 40 വർഷത്തിന് മുമ്പ് തന്നെ ഏലം കൃഷി ഞങ്ങളുടെ ആ പ്രദേശത്തിലായിട്ട് വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരേക്കും. അന്ന് മുതൽ ഈ ഞള്ളാനി ഇനത്തിൽപ്പെട്ട അല്ല, അന്ന് നാടൻ ചെടിയായിരുന്നു. ഈ ഞള്ളാനി ചെടി വന്നിട്ട് കണ്ട ഒരു 10, 15, 20 വർഷത്തിന് അടുത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് വന്ന കാലഘട്ടം മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഒരു 5 വർഷമേ ആയിട്ടുള്ളൂ ഒരു 2 ഏക്കർ സ്ഥലം പ്ലാന്റ് ചെയ്തിട്ട്. ഏലകൃഷി ഇപ്പോൾ നമുക്ക് ലാഭകരമാണോ? ഇപ്പോഴത്തെ നിലവാരം അനുസരിച്ച് എന്ന് വെച്ചാൽ ഒരു 6 മാസത്തിന് മുമ്പ് വരെ നമുക്ക് ലാഭകരമായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഒരു 1900 രൂപ വരെ നമുക്ക് വില ലഭിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് അത് വിലയില്ല. ഇപ്പം നമുക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 1300, 1350 രൂപയുടെ അടുത്തായി ഇപ്പം. അപ്പം നമുക്കത് ലാഭകരമല്ല. നമുക്ക് ഉൽപ്പാദന ചെലവ് കൂടുതൽ എന്ന് വെച്ചാൽ നമുക്ക് ജൈവവളം അടിക്ക് ഇടണമെങ്കിലും അതുപോലെ തന്നെ ഇത് ജൈവ മരുന്നുകൾ വാങ്ങിച്ചടിക്കണമെങ്കിലും ഇതിനൊക്കെ നല്ല റേറ്റാണ്, വില കൂടുതലാണ്. എല്ലാ മരുന്നുകൾക്കും വളങ്ങൾക്കും എല്ലാത്തിനും വില കൂടുതലാണ്. അപ്പോഴത്തേക്കും നമ്മളത് ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ജൈവവളം തന്നെ നമ്മൾ ജീവൻ പ്ലസ് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ചാക്ക് ഒരു 50 കിലോയ്ക്ക് കണ്ട് 2000-ന് മുകളിൽ വിലയുണ്ട്. ജൈവവളം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും ചിലവ് വരുന്നത് കൊണ്ട് നമുക്ക് ലാഭകരമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങളുണ്ട്. എന്ന് വെച്ചാൽ തട്ടമറിയൽ, അതുപോലെ തന്നെ ശരം, അഴുകൽ, അതുപോലെ തന്നെ പിസേറിയൻ, നിമാവര, ഇങ്ങനത്തുള്ള രോഗങ്ങൾ ഈ ഏലത്തിന് പെട്ടെന്ന്. ഇപ്പോൾ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചേട്ടൻ്റെ തോട്ടത്തിൽ എന്തൊക്കെ ചെയ്യുന്നത്? നമ്മളിപ്പം ഏറ്റവും കൂടുതൽ വലിയ മരുന്ന് പ്രയോഗം ചെയ്യുന്നില്ല, എക്കാലക്സാണ് ഉപയോഗിക്കുന്നത്. എക്കാലക്സാണ് കൂടുതലും. ജൈവവളം ഉപയോഗിക്കുന്നത്? ജൈവവളം വെച്ചാൽ ചാണകപ്പൊടി, അതുപോലെ തന്നെ ജീവൻ പ്ലസ്, എത്ര ഇടവേളയ്ക്ക്? എല്ലുപൊടി. അത് ഇങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്ക് 2 പ്രാവശ്യം ചെയ്തു കൊടുക്കും. ആകെ 2 തവണയേ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം ഒന്ന് മഴ വീണ് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ജൈവ വളവും അതുപോലെ തന്നെ പിന്നെ ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് വളപ്രയോഗമുള്ളൂ. കീടനാശിനികൾ ഉപയോഗിക്കുന്നതും ജൈവ രീതിയിൽ തന്നെയുള്ള കീടനാശിനികളാണ്? ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫലപ്രദമാണോ? കീടനാശിനികളെ തടഞ്ഞു നിർത്താൻ പറ്റുന്നുണ്ടോ? ഒരുവിധം എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ഇല്ല, അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ഉണക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ പുറത്താണ് കൊടുക്കുന്നത് ഉണക്കി വാങ്ങിക്കാനായിട്ട്. അതിൻ്റെ വിപണി നമുക്ക് ഏലപ്പാറ മേഖലയിൽ അവൈലബിൾ ആണോ? ഏലപ്പാറ മേഖല അവൈലബിൾ ആണ്. എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഈ പതിയാനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വണ്ടമേടോ, നെടുങ്കണ്ടമോ, പാമ്പാടും പാറയോ ഈ ഭാഗങ്ങളിൽ ഓപ്ഷൻ സെൻ്ററുകളിൽ നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് ജലസേചനം ആവശ്യമായിട്ട് വരാറുണ്ടോ? ജലസേചനം ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരു കുളമുണ്ട്, 2 ബോറിംഗ് ഉണ്ട്. നമ്മളകത്തു നിന്ന് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഓസിൽ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുകയാണോ? അതോ ഓസിൽ ഉപയോഗിച്ച് നനച്ചു കൊടുക്കുക. ആ വേനൽ സമയത്ത് നമുക്ക് അതൊരു ജോലിഭാരം കൂടുതലുണ്ട്. അവിടെ നമുക്ക് മിസ്റ്റ് ഇറിഗേഷൻ ഒക്കെ പോലെയുള്ള സംവിധാനങ്ങൾ, മിസ്റ്റ് ഇറിഗേഷൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. പക്ഷെ നമ്മളത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. ചെയ്തു വരുമ്പോൾ അത്യാവശ്യം പൈസ ചെയ്തു വരാനുണ്ടല്ലേ? നമ്മുടെ ഏലത്തോട്ടത്തിൽ കായെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തൊഴിലാളികൾ, അത് നമ്മൾ പുറത്തു നിന്നാണ് തൊഴിലാളികളെ വിളിക്കുന്നത്. നമുക്ക് മലയാളികളുണ്ട്, കിട്ടുന്നുണ്ട്. ആളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടില്ല. അല്ലാത്ത പണികൾക്കാണ് ആളെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഈ കൊളുന്ത് വെട്ടും, അതുപോലെ തന്നെ ഈ മുളക് പൊരി, അതിനാണ് ആളെ കിട്ടാൻ താമസം. എന്താ വെച്ചാൽ ഇവർക്ക് അവർ ചോദിക്കുന്നത് ഒരു ദിവസം 1000-1200 രൂപ കൂലിയൊക്കെയാണ് ചോദിക്കുന്നത്. മുളക് പൊരിയൊക്കെ ആകുമ്പോൾ നമുക്കത് മുതലാകത്തില്ല. അത് കൊടുത്തരുമ്പോൾ നമ്മൾ പറിക്കുന്ന മുളകിന് കൂലി അവർക്കല്ലേ കൊടുക്കുള്ളൂ. നമുക്ക് ഇങ്ങോട്ടില്ലല്ലോ, വരവില്ലല്ലോ. കുരുമുളകിന്റെ മെതിക്കല്, ഉണക്കല് അങ്ങനെയുള്ള എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ. ഞങ്ങൾ അമ്മയും മക്കളും ഞങ്ങൾ 4 പേരുണ്ട്. ഇപ്പൊ മെതിക്കാനുള്ള യന്ത്രങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. അതൊക്കെ ഇല്ല, നമുക്കില്ലാതെ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇടഞ്ഞു വാരി എടുത്താണ്. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു ജോലിയാ. തേയില കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എന്തേലും സ്ഥലത്ത് ചെയ്യുന്നുണ്ട്? 1 ഏക്കർ സ്ഥലത്തേ ചെയ്യുന്നുള്ളൂ. 1 ഏക്കർ സ്ഥലം. അത് നമുക്ക് ടീ ബോർഡിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്ഥലവുമാണ്. തേയില കൃഷി ആദായകരമാണോ? തേയില കൃഷി ആദായകരമാണ്, ഇല്ലെന്നും പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഉൽപ്പാദനം വരുന്ന സമയത്ത് നമുക്കത് നഷ്ടത്തിലാണ് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം നമുക്ക് വില കുറവാണ്. ഇപ്പം 20 രൂപ വിലയുള്ള സമയത്ത് ഉൽപ്പാദനം കൂടി വരുമ്പോഴത്തേക്ക് 5 രൂപ വിലയുള്ളൂ. 5 രൂപ 6 രൂപ നമ്മുടെ ഉൽപ്പാദനത്തിന്റെ സമയത്ത് വില കുറഞ്ഞു പോകുന്നുണ്ട്. ഉൽപ്പാദനം ഇല്ലാതെ വരുന്ന സമയത്ത് നമുക്ക്
വില കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടാവില്ല. ഇതിനകത്തും ഈ പറയുന്ന എന്തെങ്കിലും കീടങ്ങളുടെ ബാധയൊക്കെ ഉണ്ടാവാറുണ്ടോ? എന്തെങ്കിലും കീടങ്ങളുണ്ട്. ഇപ്പം തന്നെ രോഗം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം ഇപ്പം അടിച്ചിട്ടുണ്ട് പുതിയതായിട്ട്. 2 കൊല്ലത്തിന് മുമ്പ് വരെ എനിക്ക് ആ രോഗം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് 2 കൊല്ലത്തിന് മുമ്പേ എനിക്ക് കൃഷിഭവനിൽ നിന്ന് ഒരു മരുന്ന് തന്നിരുന്നു. അത് ഞാൻ ഉപയോഗിച്ചത് ആ സമയം കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ 2 കൊല്ലമായിട്ട് വീണ്ടും അത് നിലവിൽ ഉണ്ടായിട്ട് ഒരു കൊല്ലം മിസ്റ്റ് ആയിട്ടുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ തേയിലച്ചെടികൾ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ടോ വേനൽക്ക്? എനിക്ക് ഇതുവരെ നനച്ചു കൊടുക്കേണ്ട ഇത് വന്നിട്ടില്ല. ഇല്ല. അത് നട്ട് പരിപാലിക്കുന്ന തുടക്കം മുതൽ എങ്ങനെയാണ് നടുന്നത്, അതിൻ്റെ പരിപാലനം എങ്ങനെയാണ്, അതൊന്ന് വിശദമാക്കാമോ? നമ്മൾ വെച്ചാൽ 1 ഏക്കർ സ്ഥലം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 4500 ചെടി നിൽക്കും 1 ഏക്കറിൻ്റെ അകത്ത്. നമ്മൾ പുറത്ത് നാട് ബഡ് തൈയാണ് വാങ്ങിച്ച്, കുറച്ച് ബഡും കുറച്ച് കുരുത്തൈയാണ് നമ്മളതിൽ ചെയ്തേക്കുന്നത്. വെച്ചാൽ 1 ഏക്കർ നമ്മളത് വെട്ടി നിരത്തി നിരപ്പടിച്ചു, നമ്മൾ ലൈൻ അടിച്ച് തൈ വെച്ച് മഴയത്ത് വയ്ക്കുന്നു. വേനലാകുമ്പോഴത്തേക്കും നമ്മളത് തണൽ കുത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം അതിൻ്റെ ചുവട്ടിൽ കൊടുക്കണം. എങ്കിലേ അത് 1 വർഷത്തേക്ക് പിടിച്ചു. 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1, 2, 3-ാമത്തെ വർഷം നമുക്കതിന് മട്ടം ചെയ്ത് ഓടിച്ചെടുക്കാം. 3 വർഷം കഴിയുമ്പോഴാണ് ആദായം. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് ആദായം എന്ന് പറയാം. അങ്ങനെ ആദായം എടുക്കാന്നല്ല, തുടങ്ങാനായിട്ട് സാധിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 1 ഏക്കർ സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു 75 കിലോ 80 കിലോ കൊളുന്ത് അത്രയേ കിട്ടും. നല്ലൊരു ആദായമായി വരാൻ നല്ലൊരു ആദായം വരെ ഒരു 6-7 വർഷമെങ്കിലും ആവും. ഒരു തവണ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് എത്ര വർഷം വരെ അതിനകത്ത് നമുക്ക് വിളവ് കിട്ടും? നമുക്കതൊരു ആയുഷ്കാലം എത്ര നാൾ വേണേലും അത് കുഴപ്പമില്ല യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇടയ്ക്ക് കവാത്ത് ചെയ്ത് കൊടുക്കുന്ന പരിപാടി, അത് കവാത്തുണ്ട്. ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക്, സാധാരണ നേരത്തെയൊക്കെ ആകുമ്പോൾ 5 വർഷമായിരുന്നു ഒരു കവാത്ത് എന്ന് പറയുന്നത്. ഇപ്പം അത് 3 വർഷമാക്കിയിരിക്കുകയാണ്. 3 വർഷം കൂടുമ്പോൾ 3-3.5 വർഷം കൂടുമ്പോഴത്തേക്ക് അത് കവാത്ത് ചെയ്ത് വിടുന്നുണ്ട്. ഇതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ വളപ്രയോഗം വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് മരുന്ന് എന്ന് പറയുന്നത് എക്കാലക്സ്, പിന്നെ അതിൻ്റെ മോൾ വളം കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ യൂറിയയും പൊട്ടാഷ്യം, ഇല്ലെങ്കിൽ NPK 50 ഇങ്ങനെയുള്ള വളപ്രയോഗങ്ങൾ മോളിൽ കൊടുക്കുന്നുണ്ട്. താഴെ കൊടുക്കുന്നത് വെച്ചാൽ യൂറിയയും പൊട്ടാഷ്യം കൊടുക്കുന്നുണ്ട്. കൊളുന്തെടുക്കാനായിട്ടുള്ള തൊഴിലാളികളെ കൊളുന്തെടുക്കാനുള്ള തൊഴിലാളികളുണ്ട്. പിന്നെ മെഷീനുണ്ട് നമ്മുടെ കയ്യിൽ. മെഷീൻ വെച്ച് തൊഴിലാളി വേണം. മെഷീൻ വെച്ചാലും തൊഴിലാളി വേണം. 2 പേര് അതിന് വേണം. അപ്പോൾ ആ മെഷീൻ ഉപയോഗിക്കാനായിട്ട് അറിയാവുന്ന തൊഴിലാളികൾ ഉണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട്. ഹിന്ദിക്കാരാണ് കൂടുതലുള്ളത്. തേയിലയുടെ വിപണി സാധ്യത എങ്ങനെയാണ്? തേയിലയുടെ വിപണി സാധ്യത വെച്ചാൽ ഇവിടെങ്ങളിൽ ഫാക്ടറികളുണ്ട്, ഏജൻസികളുണ്ട്, അവർ നമ്മുടെ അടുത്ത് വന്ന് കളക്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ തേയില കൃഷിക്ക് കാലാവസ്ഥയുടെ ഒരു പ്രാധാന്യം എങ്ങനെയാണെന്ന് വിശദമാക്കാമോ? വേനൽ മഴ ലഭിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഈൽഡ് കിട്ടും. വേനൽ മഴ വീണ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ശതമാനം ഈൽഡ് കിട്ടും. അത് കഴിയുമ്പോഴത്തേക്ക് മഴ കൂടി വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് അത് അഴുകലുണ്ടാവും. അഴുകലുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോപ്പറും അതിന് ചെയ്യുന്നത്, ആ സമയത്ത് ചെയ്യുന്ന പൊള്ളൽ എന്ന് പറഞ്ഞൊരു രോഗം വീഴും. അതുപോലെ അഴുകലുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-10 ദിവസമൊക്കെ മഴ ഇങ്ങനെ തോരെ നിൽക്കുന്ന സമയത്ത് ആ അഴുകലിങ്ങനെ അഴുകിയ കൊളുന്ത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അഴുകലിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ കോപ്പറാണ് മെയിൻ. കോപ്പർ തന്നെയാണ് മെയിൻ. കോണ്ടാഫും മഴ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ മഴയ്ക്ക് മുമ്പേ അടിച്ചു കൊടുക്കും. പിന്നെ ഈ രോഗം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളത് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൊളുന്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ നിന്ന് നമ്മൾ മരുന്ന് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പം ഇങ്ങനെ രോഗങ്ങൾ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മരുന്നുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് എത്ര ഇടവേളയ്ക്ക് ശേഷമാണ്? നമുക്ക് സാധാരണ 20 ദിവസമാണ് പറയുന്നത്.
എസ്റ്റേറ്റുകളിലൊക്കെ ആകുമ്പോൾ 15 ദിവസം, നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ ആകുമ്പോൾ 20 ദിവസം ഇടവേളയാണ് പറയുന്നത്. നമുക്ക് ഒരു ചെടിയിൽ നിന്ന് എത്ര കിലോ വരെ ഒരു എടുപ്പിൻ്റെ സമയത്ത് കിട്ടും? അങ്ങനെ നമുക്ക് ഒരു ചെടിയായിട്ട് നമ്മൾ കണക്കൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ്. പറ്റത്തില്ല. എന്ന് വെച്ചാൽ 1 ഏക്കർ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു 1000, 1200 കിലോ, 1300 കിലോ കൊളുന്ത് വരെ കിട്ടാൻ സാധ്യതയുണ്ട് നല്ല ഈൽഡുള്ള സമയത്ത്. നല്ല ഈൽഡുള്ള സമയത്ത് നമ്മളെന്തെങ്കിലും മണ്ണ് പരിശോധന പോലുള്ള കാര്യങ്ങളൊക്കെ നടത്താം. മണ്ണ് പരിശോധന നടത്താനായിട്ട് നമ്മൾ കൃഷിഭവനുകളിൽ കൊടുത്തിട്ടുണ്ട്, ഈ കൊല്ലവും കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ ഈ മണ്ണ് പരിശോധന നടത്തിയാണ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്ന വളങ്ങളും മരുന്നും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനായിട്ടുള്ള പ്രതിഫലങ്ങൾ കിട്ടുന്നുണ്ട്. മണ്ണിന്റെ അറിഞ്ഞുള്ള ഒരു കൃഷി ഘടനകൾ മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. മണ്ണിന്റെ പുളിപ്പ് മാറ്റാനായിട്ട് കുമ്മായം തന്നെയാണോ ഉപയോഗിക്കുന്നത്? കുമ്മായം, പാറപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. ഏലകൃഷിയിൽ തണ്ട് തുരപ്പൻ അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. അതിൽ തന്നെ ചൊറിപ്പേനുണ്ട്, കായ്ക്ക് ചൊറിയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അഴുകൽ ഉണ്ടാകുന്നുണ്ട്, തട്ടമറിച്ചൽ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ കൊത്തഴുകൽ ഉണ്ടാകുന്നുണ്ട്, നിമാവര. ഇതിനെല്ലാം നമ്മൾ ജൈവ രീതിയിൽ തന്നെയാണ് നിയന്ത്രിച്ചത്. ഏലകൃഷിക്ക് വേനലിന്റെ സമയത്ത് നനച്ചു കൊടുക്കുന്നതല്ലാണ്ട് ഈ വേനലിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും പുതയിടലോ അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് വലിച്ച് കിട്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് കുറവാണ്. എന്ന് വെച്ചാൽ ഷെയ്ഡുകൾ നമുക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ നനച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ സമയത്ത് ഈർപ്പം നിലനിർത്താനുള്ള ടോണിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഈ NPK 50-50, 10-46, 40-43 എന്നുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉണക്ക് തട്ടാതിരിക്കാൻ, ഈർപ്പം നിർത്താനായിട്ട് തണുവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. ഷെയ്ഡായിട്ട് എന്തൊക്കെ മരങ്ങളായി? ഷെയ്ഡായിട്ട് നമ്മുടെ സ്ഥലത്തിലുള്ളത് കരിണ, പ്ലാവ്, വേമ്പ്. ഈ പ്ലാവിൻ്റെയൊക്കെ ചക്കയൊക്കെ ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോഴും നമുക്ക് കഴിക്കാൻ വേണ്ടി ചക്കകൾ നിർത്തിയിരിക്കും. നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ ഈ കോഴിച്ചക്ക എന്നൊക്കെ നമ്മൾ വെട്ടി കളയൊക്കെ ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഉണ്ടാകുന്നുണ്ട്. ഇത്ര 30 വർഷക്കാലമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് കൃഷി ആശ്വാസകരമായിട്ട് പോകുന്നുണ്ടോ? ആശ്വാസകരമായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ജീവിച്ചു പോകാനായിട്ട് ഉള്ള സാഹചര്യത്തിൽ പറ്റുന്നുണ്ട്. പക്ഷെ ലോണും കാര്യമുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വർഷങ്ങളിലൊക്കെ ഒരു 2 കൊല്ലത്തിന് മുമ്പേയൊക്കെ നമുക്ക് ഒരു വിളവുമില്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായി അഴുകിപ്പോയി. അപ്പം അങ്ങനെയുള്ള കാലാവസ്ഥപരമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് പറ്റുന്നുണ്ട്. ചേട്ടൻ്റെ വീട്ടിലെല്ലാവരും ചേട്ടനെ സഹായിക്കാറുണ്ട്? ഇല്ല, എൻ്റെ കൂടുതൽ കൃഷിക്ക് എന്നെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ മക്കൾ 2 പേര് പഠിക്കുന്നു. എൻ്റെ വൈഫ് ഹൗസ് വൈഫാണ്, വീട്ടിലാണ്. മക്കൾ എന്താ പഠിക്കുന്നത്? മക്കൾ മൂത്തവൻ BBA കഴിഞ്ഞ് MBAക്ക് പഠിക്കുന്നു. രണ്ടാമത്തവൻ +2 കഴിഞ്ഞ് ഒരു 2 കോഴ്സ് എടുത്ത് ബിസിനസ് എന്ന് വെച്ചാൽ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ഒരാളിപ്പോൾ അടുത്തൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടിലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തിപ്പോൾ ഓൺലൈനായിട്ട് ഇന്നലെ മുതൽ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളോട് ഇത്രയും നേരം കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ രാജൻ എന്ന കർഷകനാണ്. അദ്ദേഹത്തിന് കിസാൻ വാണിയുടെ ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നാണ്യവിള കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി ഏലപ്പാറയിലെ കർഷകനായ ശ്രീ P. രാജനുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അർജുൻ ദാസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ. പൊലിമയേറും പുലാസാൻ. തൃശൂർ നാഷണൽ ബ്യൂറോ ഓഫ് ജനറ്റിക് റിസോഴ്സിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ K. ജോസഫ് ജോണിൻ്റെ ലേഖനത്തിൽ നിന്ന്. മലയാളികൾ ഫിലോസാൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുലാസാൻ കേരളത്തിൻ്റെ മണ്ണിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഫലവൃക്ഷമാണ്. ഇടനാട്ടിലും എക്കൽ അടിയുന്ന വളക്കൂറുള്ള നദീതടങ്ങളിലും സമൃദ്ധമായി വളരുന്ന ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ പഴം റംബൂട്ടാന്റെയും ലിച്ചിപ്പഴത്തിൻ്റെയും വളരെ അടുത്ത ബന്ധുവാണ്. 8 മുതൽ 10 വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 80 കിലോ പഴങ്ങൾ കാര്യമായ പരിചരണമൊന്നും കൂടാതെ ലഭിക്കുന്നു. കായ്കൾ കിലോയ്ക്ക് 100 മുതൽ 150 രൂപ നിരക്കിൽ
കൃഷിയിടങ്ങളിൽ നിന്ന് തന്നെ വിൽക്കാമെന്നതിനാൽ പുലാസാന്റെ കൃഷി വ്യാപനം കേരളത്തിലെ കർഷകർക്ക് ആദായം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാഴ്ചയിലും രൂപത്തിലും ഉപയോഗക്രമത്തിലും കൃഷിരീതിയിലുമൊക്കെ റംബൂട്ടാനുമായി വളരെ സാമ്യം പുലർത്തുന്നു. റംബൂട്ടാൻ മരങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന ഈ ചെറുവൃക്ഷത്തിന് ധാരാളം ശാഖോപശാഖകളുണ്ട്. ജനുവരി ഫെബ്രുവരി മാസം പൂവിടുന്ന മരങ്ങളിൽ ഏതാണ്ട് 120-140 ദിവസം കൊണ്ട് കായകൾ മൂപ്പെത്തുന്നു. കേരളത്തിൽ പഴക്കാലം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാണ്. ഇതിന്റെ കായകൾക്ക് റംബൂട്ടാനേക്കാൾ ഏകദേശം ഇരട്ടിയിലധികം ഭാരമുണ്ട്. കട്ടിയുള്ള തോടും തോടിനു പുറത്തെ കുറ്റിമുള്ളുകളും വിത്തിൽ നിന്ന് നിഷ്പ്രയാസം അടർത്തിയെടുക്കാവുന്ന കാമ്പുമാണ് ഇതിന്റെ പ്രത്യേകതകൾ. കായുടെ ശരാശരി ഭാരം 50 ഗ്രാം. നേരിയ വെള്ള നിറത്തിൽ വിത്ത് പൂർണ്ണമായും പൊതിഞ്ഞിരിക്കുന്ന മാംസളമായ ഏറിൽ അഥവാ ഉൾക്കാമ്പാണ് ഭക്ഷ്യയോഗ്യം. കായ്കൾ 8 മുതൽ 10 വരെ എണ്ണം വീതമുള്ള കുലകളായി വളരുന്നു. ഞെട്ടിന് നീളം കുറവായതിനാൽ കായ്കൾ കുലയിൽ ഒട്ടിച്ചേർന്ന് കാണും. കൃഷിരീതി: സമതലങ്ങളിലെയും നദീതടങ്ങളിലെയും നീർവാർച്ചയുള്ള എക്കൽ മണ്ണും വളക്കൂറുള്ള ലാറ്ററൈറ്റ് അഥവാ ഇളക്കമുള്ള ചെങ്കൽ മണ്ണും അനുയോജ്യമാണ്. ശരാശരി 7.5 മീറ്റർ മരങ്ങൾ തമ്മിലും വരികൾ തമ്മിലും അകലം നൽകണം. തനിവിളയായി ഒരേക്കറിൽ 160 മുതൽ 175 മരങ്ങൾ വരെ നടാം. മറ്റു മരങ്ങളുടെ തണലിൽ നിന്ന് 6 മുതൽ 7 വരെ മീറ്റർ മാറ്റി വേണം നടാൻ. കാലവർഷാരംഭത്തോടെ 2.5 മുതൽ 3 വരെ അടി സമചതുരത്തിലുള്ള കുഴികളെടുത്ത് 15-20 കിലോ പഴകിപ്പൊടിഞ്ഞ കാലിവളവും ബാക്കി മേൽമണ്ണും ലഭ്യതയ്ക്കനുസരിച്ച് കുറച്ച് ആറ്റുമണലും ചേർത്ത് കുഴി മൂടിയിടുക. പുലാസാൻ വിത്തുകൾക്ക് വിത്തിലെ ജലാംശം കുറയുന്നതിനനുസരിച്ച് അങ്കുരണശേഷിയും വളരെ വേഗം നഷ്ടപ്പെടുന്നു. അതിനാൽ പഴുത്തുപാകമായ കായ്കളിൽ നിന്നും ശേഖരിച്ച വിത്തുകൾ ആറ്റുമണൽ വിരിച്ച തവാരണകളിലോ പോട്ടിംഗ് മിശ്രിതം നിറച്ച പോളിത്തീൻ കൂടകളിലോ കഴിയുന്നതും വേഗം പാകണം. ദീർഘദൂരം വിത്തുകൾ സൂക്ഷിക്കേണ്ടതായോ കൊണ്ടുപോകേണ്ടതായോ വന്നാൽ പഴം തോടോടുകൂടി മുഴുവനായോ അല്ലെങ്കിൽ വിത്തുകൾ അറക്കപ്പൊടിയിൽ പൊതിഞ്ഞോ ഒരാഴ്ച വരെ അങ്കുരണശേഷി നഷ്ടപ്പെടാതെ സംരക്ഷിക്കാവുന്നതാണ്. പുലാസാനിലും ആൺ പെൺ മരങ്ങൾ വെവ്വേറെയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നല്ല ഗുണമേന്മയുള്ള മാതൃവൃക്ഷത്തിൽ നിന്നും പാച്ചു ബഡ്ഡിംഗ് വഴി തയ്യാറാക്കിയ ഒട്ടുതൈകൾ നടാൻ ശ്രദ്ധിക്കണം. ജൂലൈ മാസമാണ് വിത്തു ശേഖരിക്കാൻ പറ്റിയ സമയം. വിത്തുമുളപ്പിച്ചുണ്ടാക്കിയ ഒരാണ്ടൻ കൂടത്തൈകളോ വശം ചേർത്തൊട്ടിച്ച ഒരാണ്ടൻ ബഡ് തൈകളോ തയ്യാറാക്കിയ കുഴികളിൽ കാലവർഷാരംഭത്തോടെ നടാം. ഒട്ടുഭാഗം തറനിരപ്പിൽ നിന്നും 1 ചാൺ ഉയർന്നു നിൽക്കണം. ഒട്ടുതൈകൾ കാറ്റിൽ ഉലയരുത്. നട്ട് 1 മാസത്തിനകം പുതിയ തളിരുകൾ വന്നു തുടങ്ങിയാൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി 1/2 കിലോ വീതം എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് തുടങ്ങിയവ തൈയുടെ ചുവട്ടിൽ നിന്നും 2 ചാൺ മാറ്റി വിതറി കൊത്തി ഇളക്കി കൊടുക്കാം. മെടഞ്ഞ ഓലയോ കമുകിൻ പട്ടയോ വാഴക്കച്ചിയോ മറ്റോ ഉപയോഗിച്ച് നവംബർ മെയ് മാസം ചെടികൾക്ക് ഭാഗികമായി തണൽ നൽകണം. മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ കരിയിലയും മറ്റു ജൈവ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ചെടിയുടെ ചുവട്ടിൽ പുതയിടാം. വാഴപ്പിണ്ടി വെട്ടി ചെടിയുടെ ചുവട്ടിൽ അടുക്കുന്നതും തുണി തിരിയിട്ട് ഒരു മൺകുടം വെള്ളം നിറച്ച് ചെടിയുടെ ചുവട്ടിൽ വയ്ക്കുന്നതും മറ്റു വിധത്തിൽ തുള്ളി നന കൊടുക്കുന്നതും വേരുപടലം വളരാനും അതുവഴി ചെടിയുടെ വളർച്ച കൂട്ടാനും ഉപകരിക്കും. വാഴ തുടങ്ങിയ ഇടവിളകൾ നട്ടും ആരംഭ വർഷങ്ങളിൽ തണൽ ക്രമീകരിക്കാം. ഒട്ടുതൈകൾ 3-ാം വർഷവും വിത്തുമുളപ്പിച്ചവ 5 മുതൽ 6 വരെ വർഷം കൊണ്ടും കായ്ക്കും. എങ്കിലും 8 മുതൽ 10 വരെ വർഷം കൊണ്ടേ നല്ല കായ്ഫലം തന്നു തുടങ്ങുകയുള്ളൂ. 10 വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി 80 മുതൽ 100 കിലോഗ്രാം പഴം ലഭിക്കും. ചിലപ്പോഴൊക്കെ പുലാസാൻ മരങ്ങൾ ഒന്നിടവിട്ട വർഷം കായ്ക്കുന്നതായും ശുഷ്ക വർഷങ്ങളിൽ പേട്ടുകായകൾ കൂടുന്നതായും കാണുന്നു. അകാലത്തിൽ പെയ്യുന്ന വേനൽ മഴ പൂക്കൾ കൊഴിയാനിടയാകുന്നതും കുറഞ്ഞ വിളവിന് ഒരു കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാലവർഷാരംഭത്തോടെ ചെടിയുടെ ചുവട്ടിൽ 50 മുതൽ 100 കിലോ ആട്ടിൻകാഷ്ടം അതല്ലെങ്കിൽ തുല്യ അളവിൽ മറ്റു ജൈവവളങ്ങൾ, പച്ചിലവളം മുതലായവ കൊടുത്തു പുതയിട്ടും നനച്ചും സംരക്ഷിക്കുന്ന തോട്ടങ്ങളിൽ മരം ഒന്നിന് 300 കിലോ വരെ കായകൾ കിട്ടും. അധിക ഭാരം കാരണം കായകൾ തിങ്ങിയ ശിഖരങ്ങൾ കാലവർഷക്കാറ്റിൽ പൊട്ടി വീഴാൻ സാധ്യതയുള്ളതിനാൽ നല്ല ബലമുള്ള താങ്ങ് കൊടുത്തും അധികമുള്ള കായ്കൾ ആരംഭത്തിൽ തന്നെ നീക്കിയും ഭാരം ക്രമീകരിക്കണം. രാസവള പ്രയോഗവും കൊത്തും കിളയും ഒക്കെ ഒഴിവാക്കി പുലാസാൻ മരങ്ങളെ തീർത്തും ജൈവിക രീതിയിൽ പരിപാലിക്കുന്നതാവും ഉത്തമം. വിളവെടുപ്പും വിപണനവും: ഉയരം കുറഞ്ഞ് പടർന്നു വളരുന്ന മരമാകയാൽ വിളവെടുപ്പ് താരതമ്യേന എളുപ്പമാണ്.
മൂപ്പെത്തിയ കായകൾ വല ഘടിപ്പിച്ച ഒരു തോട്ടി ഉപയോഗിച്ച് അനായാസം പൊട്ടിച്ചെടുക്കാം. ഒരു മരത്തിലെ മുഴുവൻ കായകളും ജൂലൈ ആദ്യ ആഴ്ച മുതൽ അവസാനം വരെയുള്ള ഒരു മാസത്തിനുള്ളിൽ 4-5 തവണകളായി പറിച്ചെടുക്കാം. മൂത്തു പഴുത്ത കായകൾ മരത്തിൽ ഏതാണ്ട് 2 ആഴ്ചയോളം കേടുകൂടാതെയും പൊഴിയാതെയും നിൽക്കും. കായകൾ സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ 4 മുതൽ 5 ദിവസത്തിലകം സൂക്ഷിക്കാൻ സാധ്യമല്ലാത്തതിനാൽ വിപണി സാധ്യത നോക്കി മാത്രം വിളവെടുക്കുക. ബ്രൗൺ നിറമുള്ള കായകൾ പാകമാകുന്നതോടെ ഇരുണ്ട പർപ്പിൾ നിറമാകുകയും പുറന്തോട് ഞെക്കിയാൽ മൃദുവാകുകയും ചെയ്യും. കുലകളിൽ നിന്നും ഞെട്ടുകൂട്ടി അടർത്തിയ കായകൾ വായുസഞ്ചാരമുള്ള കുട്ടകളിൽ അടുക്കി ഇല കൊണ്ട് മൂടി വിപണിയിലെത്തിക്കുന്നു. പോളിത്തീൻ കവറുകളിൽ സീൽ ചെയ്ത കായകൾ ശീതീകരണികളിൽ 6 മുതൽ 7 വരെ ദിവസം കേടുകൂടാതെ ഇരിക്കും. രോഗകീടബാധ താരതമ്യേന കുറവാണ്. പേട കായ്ക്കുക, ഒന്നിരാടൻ കായ്ക്കുക എന്നീ സ്വഭാവങ്ങൾ കാണാറുണ്ട്. ഉപ്പുകാറ്റേൽക്കുന്ന തീരപ്രദേശങ്ങളിൽ വളർച്ച മുരടിപ്പും ചില സ്ഥലങ്ങളിൽ കൊമ്പുണക്കവും വൈറസ് ബാധ പോലെ തോന്നിക്കുന്ന തളിരു മുരടിപ്പും കണ്ടുവരുന്നു. മണ്ണിലെ ബോറോൺ അഭാവം സസ്യവളർച്ചയെ ബാധിക്കാറുണ്ട്. ചെങ്കൽ മണ്ണ്, പാറപ്പൊടി മുതലായവ ചെടിയുടെ ചുവട്ടിൽ ഇറക്കി കൊടുക്കുന്നതും ജൈവവള പ്രയോഗവും ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായകമാണ്. വവ്വാൽ, മരപ്പട്ടി, അണ്ണാൻ, എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായകൾ നശിപ്പിക്കാറുണ്ട്. പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായുസഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം. ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.